ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതപ്രേമികളായ എല്ലാ സന്മനസ്സുകൾക്കും നമസ്കാരം. കർക്കിടക മാസത്തിൽ രാമായണ പാരായണ ആചരണത്തോടനുബന്ധിച്ച് നമ്മൾ രാമായണ പാരായണം പൂർത്തിയാക്കാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായി. തിരുവോണം കഴിഞ്ഞ് 7-ാം തീയതി മുതൽ ഭാഗവതം ക്ലാസ് തുടർച്ചയായി ദ്വിതീയ സ്കന്ധം മുതൽ എടുത്തു തുടങ്ങാമെന്നുള്ള വിവരം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവോണം അടുത്ത ഈ സമയത്ത് നമ്മൾ വാമന അവതാരം ഒന്ന് പാരായണം ചെയ്ത് സമർപ്പിച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഭാഗവതത്തിന് അല്പസമയം നീക്കിവെച്ചതും കൂടി. വാമനാവതാരം പാരായണം ചെയ്ത് കഴിഞ്ഞ് പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാമനാവതാര കഥയും മഹാബലിയുടെ ആത്മസമർപ്പണ കഥയും സ്മരിക്കുന്നതായിരിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ 8ാം സ്കന്ധത്തിൽ 18-ാധ്യായത്തിലാണ് വാമനാവതാരം വരുന്നത്. ആ വാമനാവതാരത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം പാരായണം ചെയ്തിട്ട് നമുക്ക് കഥാഭാഗങ്ങളിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 18-ാധ്യായഃ. ശ്രീശുക ഉവാച. ഇത്തം വിരിഞ്ജസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യം ചതുർഭുജ ശംഖഗദബ്ജചക്ര പിശങ്കവാസ നളിനായ ദക്ഷിണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ നാരായണ 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 ഹരേ നാരായണ. ശ്യാമാവതാതോ ചഷരാജകുണ്ടലത്യുഷോല്ലസൽ ശ്രീവദനാംബുജപ്പുമൻ ശ്രീവത്സവക്ഷ വലയാംഗദോല്ലസൽ കിരീടകാഞ്ചീ ഗുണചാരുനോപുരം മധുവ്രതവ്രാതവിഘുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരി പ്രജാപതേർ വേശ്മതമസ്വരോജിഷ വിനാശയൻ കണ്ഠനിവിഷ്ടകൗസ്തുഭ ദിശപ്രസേതു സലിലാശയാസ്തദാ പ്രജാപ്രഹൃഷ്ട ഋതവോ ഗുണന്വിതാഃ ദൗരന്തരീക്ഷം ക്ഷിതിരഗ്നിജിഹ്വാ ഗാവോദ്വിജാ സംജഹ്രുർഷുർനഗാശ്ച. ശ്രോണായം ശ്രവണദ്വാദശ്യം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാൽ ചക്രുസ്തജ്ജന്മദക്ഷിണം. ദ്വാദശ്യം സവിതാതിഷ്ഠൻ മധ്യം ദിനഗതോ നൃപ വിജയാ നാമ സാ പ്രോക്ത യസ്യാഞ്ജന്മ വിദുർഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ദാനമഹിമ മഹാബലിക്കു ദർപ്പം കളഞ്ഞു സുകീർത്തിയേകി വാമനമൂർത്തിയായി രക്ഷ ചെയ്ത ശ്രീഹരേ നാഥ വന്ദനം തേ. ഓംകാരബ്രഹ്മമായും സകല നിഗമാവാസനൈ പാരിലെന്നും സാക്ഷാൽ ചിന്മൂർത്തിയായും പകലുമിരവിലും കാത്തിടുങ്കാതലായും ഏകത്വം വാർത്തുവാഴാൻ അഖില ഗുരുവായ ആശ്രയം തേടിയെത്തും ഭക്തർക്കേകാശ്രയം നീ കരുണ ചൊരിയൂ ശ്രീഹരേ വന്ദനം തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാമനാവതാര കഥയിലേക്കും മഹാബലിയുടെ ആത്മസമർപ്പണത്തെ കഥയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് ആമുഖമായിട്ടെന്നോണം പാലാഴിമഥനം കഥ അല്പം സ്മരിക്കേണ്ടിയിരിക്കുന്നു. ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ദേവേന്ദ്രൻ്റെ ശ്രീ നഷ്ടപ്പെട്ടു. ജരാനര ബാധിക്കുകയും ചെയ്തു.
ദേവേന്ദ്രന് ഈ ദോഷം വന്നപ്പോഴേക്കും അത് എല്ലാ ദേവന്മാരെയും ബാധിച്ചു. ഓജസ്സും തേജസ്സും കിട്ടു എല്ലാവർക്കും. ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ വന്ന് കാണുകയും എന്തു വേണമെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ മഹാവിഷ്ണു അതിനൊരു പരിഹാരമായിട്ട് പറയുന്നത്, പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് സേവിച്ചാൽ ഈ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടി വീണ്ടും പുഷ്ടി പ്രാപിക്കാം. അപ്പോൾ പാലാഴി കടയണമെങ്കിൽ എന്ത് വേണം? മന്ദരപർവ്വതത്തെ കടകോലാക്കിയിട്ട് വാസുകിയെ കയറാക്കിയിട്ട് വേണം കടയാനായിട്ട്. ദേവന്മാർ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ്, അവരെ കൊണ്ട് തനിച്ചത് സാധിക്കുകയില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, നിങ്ങളുടെ തന്നെ സഹോദരന്മാരാണല്ലോ അസുരന്മാർ, അവരെ കൂടി ഒന്ന് സഹായത്തിന് വിളിക്കൂ പാലാഴി കടയാനായിട്ട്. ഇവിടെ കശ്യപ പ്രജാപതിക്ക് ദ്വിതിയിലുണ്ടായ മക്കളാണ് അസുരന്മാർ, അതിഥിയിലുണ്ടായ മക്കളാണ് ദേവന്മാർ. അമ്മ 2, അച്ഛൻ 1. സദാ മക്കൾ തമ്മിൽ കലഹമാണ്. ദേവാസുര യുദ്ധം പോലെ തന്നെ മനസ്സിൽ സദാ സംഘർഷമാണ് ഇരു കൂട്ടർക്കുമുള്ളത്. ഒരാളും ഒരാളോടും ചേരുകയില്ല എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഈ ആപത്ത് വരുന്ന സമയത്ത് ചെന്ന് വിളിച്ചാൽ എങ്ങനെയാണോ വരുമോ ഇല്ലയോ സംശയമായി ദേവേന്ദ്രന്. എങ്കിലും ശരി, പാലാഴി കടഞ്ഞ് അമൃതെടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ അസുരന്മാർ സന്തോഷപൂർവ്വം പാലാഴി മഥനത്തിന് കൂട്ടുകൂടാൻ തീരുമാനിച്ചു. കാരണം അമൃത് സേവിക്കാൻ കിട്ടുമല്ലോ, ഇതായിരുന്നു അവരുടെ മോഹവും. അങ്ങനെ ഇരു കൂട്ടരും കൂടി ചേർന്ന് പാലാഴി കടയാൻ തീരുമാനിച്ചു. ഭഗവാൻ അറിയാമായിരുന്നു, വാസുകിയുടെ തലഭാഗം പിടിച്ചു കഴിഞ്ഞാൽ ഊഷ്മളമായ വിഷാംശമുള്ള വായു വരുമ്പോൾ അത് താങ്ങാൻ ദേവന്മാരെ കൊണ്ട് ആവുകയില്ല. എന്നാൽ അസുരന്മാർക്കത് ബുദ്ധിമുട്ടുമായിരിക്കില്ല. അതുകൊണ്ട് അവരെ കൊണ്ട് തല പിടിപ്പിക്കണമെന്നാണ് ഭഗവാൻ മനസ്സിൽ ആഗ്രഹിച്ചത്. അസുരന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, വാസുകിയുടെ വാല് പിടിച്ചുകൊള്ളും നിങ്ങൾ എന്ന് പറഞ്ഞു. ഉടനെ വിപരീത ചിന്താഗതിക്കാരായ അസുരന്മാർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ അങ്ങനെ വാല് പിടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, തലഭാഗം തന്നെയാണ് ഞങ്ങൾ പിടിക്കുന്നത്. അത് തന്നെയായിരുന്നു ഭഗവാൻ ആഗ്രഹിച്ചതും. അങ്ങനെ വാസുകിയെ കയറാക്കിക്കൊണ്ടും മന്ദരപർവ്വതത്തെ കടവലാക്കിക്കൊണ്ടും പാലാഴി മഥനം ആരംഭിച്ചു. ഭഗവാൻ അദൃശ്യ ശക്തിയായി ഊർജമായി ദേവന്മാർക്ക് അനുകൂലമായിട്ട് നിന്നു. കാരണം അവർ ക്ഷീണിതരാണ്. എവിടെയാണോ ധർമ്മമുള്ളത്, എവിടെയാണോ നിരന്തരമായ പരിശ്രമമുള്ളത്, അവിടെ ഭഗവാന്റെ സഹായം ഉണ്ടായിരിക്കും. പാലാഴി കടഞ്ഞപ്പോൾ വളരെയേറെ അപൂർവമായ ശ്രേഷ്ഠമായ വസ്തുക്കൾ ധാരാളം ഉയർന്നു വരാൻ തുടങ്ങി. കാരണം മഹാബലി ഒരു കാലത്ത് ദേവലോകത്ത് പോയി ഇന്ദ്രൻ്റെ വളരെ അമൂല്യമായ വസ്തുക്കൾ ധാരാളം അപഹരിച്ചു കൊണ്ടുപോന്നിരുന്നു. അത് സമുദ്രത്തിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതാണ് പാലാഴി മഥനത്തിൽ ഉയർന്നുയർന്നു വന്നത്. ഭഗവാന്റെ ഇംഗിതപ്രകാരം ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്തു. അവസാനം വാരുണി എന്ന മദ്യം ഉയർന്നു വന്നപ്പോൾ അത് തങ്ങളുടെ അവകാശമാണെന്ന മട്ടിൽ അസുരന്മാരെടുക്കുകയും, അതുകൂടാതെ സാക്ഷാൽ ധന്വന്തരമൂർത്തി അമൃത കലശവുമായി ഉയർന്നു വന്നപ്പോൾ അതും കടന്ന് ആക്രമിച്ചെടുത്തുകൊണ്ട് അസുരന്മാരോടിപ്പോയി. ഇതാണ് ഭഗവാൻ ഇഷ്ടപ്പെടാത്തതും. അധർമ്മവും അതിക്രമവും ഭഗവാൻ ഒരിക്കലും സഹിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ അസുരന്മാർ അമൃത് കൊണ്ടുപോയപ്പോൾ ദേവന്മാർ വിഷണ്ണരായി ദുഃഖചിത്തരായി ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ അത്യന്തം മായ പ്രയോഗിച്ചുകൊണ്ട് മോഹിനി വേഷത്തിൽ അസുരന്മാരെ ഭ്രമിപ്പിക്കുകയും അങ്ങനെ ആ മോഹിനിയിൽ ഭ്രമിച്ചതായ അവർ കലശത്തെ അമൃതകലശത്തെ മറന്നുപോവുകയും തമ്മിൽ കലഹിച്ചിരിക്കുകയും ചെയ്ത തക്കത്തിന് ഭഗവാൻ ആ അമൃതകലശം കൊണ്ടുവന്ന് ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പാലാഴി മഥനത്തിൽ തങ്ങൾക്ക് ഒരു അമളി പറ്റിയതുപോലെയായി. തന്നെയല്ല, ചതിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അസുരന്മാർ വല്ലാതെ ദേഷ്യം വരികയും ദേവന്മാരുടെ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്യുന്നു. മഹാബലിയുടെ നേതൃത്വത്തിലാണ് ദേവാസുര യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാർ പുഷ്ടി പ്രാപിച്ചതുകൊണ്ട് അസുരന്മാർക്ക് അവരെ ജയിക്കാനായിട്ട് സാധിച്ചില്ല. മഹാബലി അടക്കം വളരെയേറെ അസുരന്മാർ വധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശുക്രമഹർഷിക്ക് വിഷമമായി. യുദ്ധം അവിടെ വച്ച് അവസാനിപ്പിച്ചു. തൻ്റെ മൃതസഞ്ജീവനി എന്ന വിദ്യ കൊണ്ട് മഹാബലിയെയും അസുരന്മാരെയും ശുക്രമഹർഷി ജീവിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ഇപ്പോൾ ദേവന്മാർക്ക് പുഷ്ടിയുള്ള കാലമാണ്, നമുക്ക് അസുരന്മാർക്കും വളരെയേറെ തേജസ്സും ഓജസ്സും സംഭരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് 100 അശ്വമേധയാഗം നടത്താനായിട്ട് മഹാബലിയോട് നിർദ്ദേശിക്കുന്നു ശുക്രമഹർഷി. അങ്ങനെ നർമ്മദാ നദിയുടെ ഉത്തര തീരത്ത് ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത്
100 യജ്ഞം നടത്താനായിട്ട് തയ്യാറാവുകയും 99 യജ്ഞം കഴിഞ്ഞിരിക്കുന്നു. ആ യജ്ഞം കഴിഞ്ഞപ്പോഴേക്കും ഭൃഗുവിൻ്റെയും ശിഷ്യന്മാരായ ബ്രാഹ്മണരുടെയും ശുക്രമഹർഷിയുടെയും അനുഗ്രഹം കൊണ്ട് വളരെയേറെ ശക്തിമാന്മാരായിട്ട് തീർന്നു, വിജയികളായിട്ട് തീർന്നിരിക്കുന്നു അസുരന്മാർ. അവർ ദേവലോകത്ത് ചെല്ലുകയും ദേവന്മാരെ നേരിടുകയും ഇവരുടെ ശക്തി കണ്ട് ഭയന്നിട്ട് ദേവന്മാർ ഒളിച്ചോടാനായിട്ട് തുടങ്ങുകയും ബൃഹസ്പതി പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിന് പറ്റിയ സമയമല്ല, അസുരന്മാർക്ക് ബ്രാഹ്മണ അനുഗ്രഹം കൊണ്ട് ശക്തി കൂടി വന്നിരിക്കുന്നു, യജ്ഞത്തിൻ്റെ ഫലം അവർക്ക് വളരെയേറെ തേജസ്സായിട്ട് മാറിയിട്ടുണ്ട്, നിങ്ങൾ വിവിധ വേഷങ്ങളെടുത്തുകൊണ്ട് വേഷപ്രച്ഛന്നരായി എവിടെയെങ്കിലുമൊക്കെ തൽക്കാലം കഴിഞ്ഞു കൂടിക്കൊള്ളുക. ബ്രാഹ്മണ ശാപം കിട്ടുമ്പോൾ തന്നെ അസുരന്മാർ വീണ്ടും അധപ്പതിക്കുകയും അന്ന് നിങ്ങൾക്ക് സ്വസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ബൃഹസ്പതി ദേവഗുരു പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അവിടെ ഇവിടെ ഒളിച്ചു പാർക്കാനായിട്ടും തുടങ്ങി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദിതി ദേവി വളരെയേറെ ദുഃഖിച്ചു. തൻ്റെ മക്കൾക്കൊരിക്കലും സമാധാനമില്ല അസുരന്മാർ കാരണം. അസുരന്മാർ എപ്പോഴാണ് വരുന്നതെന്ന് ഭയപ്പെട്ടാണ് അവരിയ്ക്കുന്നത്. ആ സമയത്ത് സ്വർഗരാജ്യത്തു നിന്നും ഒളിച്ചോടി പോവുക വരെ വേണ്ടി വന്നവർക്ക് അദിതി ദേവി വളരെയേറെ ദുഃഖിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് കശ്യപൻ തൻ്റെ ധ്യാനവും കഴിഞ്ഞിട്ട് സമാധിയിൽ നിന്ന് ഉണർന്ന് അദിതിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. അതിയുടെ ദുഃഖം കണ്ട് കശ്യപൻ ചോദിക്കുന്നു, എന്താണ് ദേവി ഒരു വിഷമം എന്ന് ചോദിക്കുമ്പോഴാണ്, എൻ്റെ മക്കൾക്കൊരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല, അവർ വിഷമിച്ച് കഴിയുമ്പോൾ അമ്മയായ എനിക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുകയും അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം എൻ്റെ കുട്ടികൾക്ക് സ്വസ്ഥാനം തിരിച്ചു കിട്ടാനായിട്ടും സമാധാനത്തിനും വേണ്ടി അവിടുന്ന് മാർഗം ഉപദേശിക്കണം, അവിടുന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ല എന്ന് അദിതി ദേവി പറയുമ്പോൾ കശ്യപൻ പറഞ്ഞു, ദേവി ഇതെല്ലാം മായയിൽപ്പെട്ട് ഭ്രമിച്ചുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്, ദേവി ഇതിൽപ്പെട്ട് ഒഴിയാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോഴും അദിതി ദേവിയുടെ ആ പെറ്റ അമ്മയുടെ മനസ്സ് അത് തരളമാകുന്നത് കശ്യപൻ കണ്ടു. ഉടനെ കശ്യപൻ ദേവിക്ക് ഉപദേശിച്ചു, ദേവി ഒരിക്കൽ ബ്രഹ്മദേവൻ പറഞ്ഞു തന്നതായ ഒരു വ്രതമുണ്ട്, ശ്രേഷ്ഠമായ സന്താനങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്ഥാനമാനാദികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സൽസന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രേഷ്ഠമായൊരു വ്രതമാണ് പയോവ്രതം. ആ പയോവ്രതം ദേവി 12 ദിവസം അനുഷ്ഠിക്കൂ. ഈ 12 ദിവസം പാല് മാത്രം ഭുജിച്ചുകൊണ്ട് വേണം വ്രതമനുഷ്ഠിക്കാനായിട്ട്. കൃത്യനിഷ്ഠയായ സ്നാനാദികൾ ജപാദികൾ എല്ലാം ഉണ്ടായിരിക്കുക. പാല് മഹാവിഷ്ണുവിനെ നിവേദിച്ചിട്ട് ആ നിവേദ്യം വേണം പ്രസാദമായിട്ട് സ്വീകരിക്കാനായി നിവേദിച്ച പ്രസാദമായിട്ട് സ്വീകരിക്കാൻ. അതുമാത്രമായിരിക്കട്ടെ ആഹാരം, വ്രതഭംഗം വരാതിരിക്കുകയും വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് ഉപദേശിക്കുകയും അദിതി ദേവി മനസ്സ് വിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഈ 12 ദിവസം യഥാവിധി പയോവ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രീതനായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ദേവിയോട് പറഞ്ഞു, അമ്മയുടെ മക്കൾക്ക് സമാധാനമുണ്ടാക്കാൻ ഞാൻ തന്നെ പുത്രനായിട്ട് വന്ന് പിറക്കാമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഭഗവാന്റെ തേജസ് കശ്യപനിൽ പ്രവേശിക്കുകയും അതിനുശേഷം അദിതി ദേവിയിൽ ഗർഭസ്ഥനാവുകയും ചെയ്യുന്നു ഭഗവാൻ. അദിതി ദേവി അത്യന്തം തേജോവതിയായി തീർന്നപ്പോൾ ദേവന്മാരെല്ലാവരും തന്നെ ദേവിയെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ഉണ്ണി പറക്കാൻ പോകുന്നു. ശ്രാവണ മാസത്തിൽ, അതായത് ചിങ്ങമാസത്തിൽ, ഭാദ്രപദം എന്നുകൂടി അതിന് പറയുന്നു. ഈ ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ അഭിജിത്ത് എന്ന ശുഭമുഹൂർത്തത്തിൽ മധ്യാഹ്ന സമയത്ത് ഉണ്ണി പിറക്കുന്നു. ഭഗവാൻ വാമനമൂർത്തിയായിട്ടാണ് ആദ്യം വിഷ്ണു രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട് കശ്യപനെയും അദിതിയെയും അനുഗ്രഹിക്കുന്നു. അതിനുശേഷം ശിശുവായിട്ട് മാറുകയും ചെയ്യുന്നു. അതോടെ ബ്രഹ്മദേവൻ കുട്ടിക്ക് ജാതകർമാദികൾ നടത്തുന്നു. പിന്നീട് ഉണ്ണി ഒരു ബ്രഹ്മചാരി രൂപത്തിൽ വടുവായിട്ട് മാറുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഭഗവാന്റെ ആ മായാപ്രയോഗം കൊണ്ട്. അങ്ങനെ വടുവായിട്ട് മാറിയതായ ആ ഉണ്ണി വാമനമൂർത്തി, വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടാണ് വാമനമൂർത്തി വരുന്നത്. ആ വാമനമൂർത്തി ഉടനെ വേഗം ബ്രഹ്മചാരിയായിട്ട് തീരുമ്പോഴേക്കും ഉപനയനാദി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഷോഡശാചാരത്തിൽപ്പെട്ട കർമ്മങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ഉപനയനാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഉണ്ണിക്ക് സവിതാവാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രഹ്മസൂത്രം കൊടുക്കുന്നത് കശ്യപൻ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഉണ്ണിക്ക്
മുഞ്ചപ്പുല്ല് അരയിൽ കെട്ടാനുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം കയ്യിൽ പിടിക്കാനുള്ള ദണ്ട് സോമൻ കൊടുക്കുന്നു. ഭൂമിദേവി ഉണ്ണിക്ക് ആവശ്യമായ വസ്ത്രം കൊടുക്കുന്നു. അതിനുശേഷം ഉണ്ണിക്ക് ഉപനയനാദി കർമ്മങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് കൊടുക്കുകയും ദർഭപ്പുല്ല് കുശപ്പുല്ല് കൊടുക്കുന്നത് സപ്തർഷികളാണ് കൊടുക്കുന്നത്. അതിനുശേഷം കുബേരൻ ഉണ്ണിക്ക് ഭിക്ഷാപാത്രം കൊടുക്കുകയും സാക്ഷാൽ ഉമാദേവി ഉണ്ണിക്ക് ഭിക്ഷാന്നം കൊടുക്കുകയും ചെയ്യുന്നു. ആകാശമാണ് ഉണ്ണിക്ക് ഛത്രം കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഉപനയനാദി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ദ്വിജനായി തീർന്ന വാമനമൂർത്തി പെട്ടെന്നാണ് അദ്ദേഹം അറിയുന്നു. നേരത്തെ തന്നെ അന്തര്യാമിയായ ഭഗവാൻ എല്ലാം അറിയാം. എങ്കിലും കൂടിയും നർമ്മദാ നദിയുടെ ഉത്തരതീരത്ത് ഭൃഗുകശ്ചം എന്ന സ്ഥലത്ത് ഭൃഗു മുതലായ ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ശുക്രമഹർഷിയുടെ ആചാര്യത്വത്തിൽ ഒരു മഹായജ്ഞം 100ാമത്തെ മഹായജ്ഞം നടക്കുന്നു. അത് പൂർത്തിയായിക്കഴിഞ്ഞാൽ ഇന്ദ്രപദവി സ്ഥിരമായിട്ട് കിട്ടുന്നു ബലി ചക്രവർത്തിക്ക് എന്നുള്ളതാണ്. ഇവിടെ 8ാമത്തെ മന്വന്തരത്തിലാണ് ബലിക്ക് ഇന്ദ്രസേന മഹാരാജാവിന് ഇന്ദ്രപ്പട്ടത്തിന് അധികാരമുള്ളത്. എന്നാൽ അസുര ചക്രവർത്തിയായ ബലി തൻ്റെ കയ്യൂക്ക് കൊണ്ട് സാമർഥ്യം കൊണ്ട് 6ാമത്തെ മന്വന്തരത്തിലെ ദേവലോകം പിടിച്ചടക്കുകയാണ് ചെയ്തത്. അതും തന്നെയും നിത്യമായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ള വിചാരത്തിലാണ് 100ാമത്തെ യജ്ഞം നടക്കുന്നത്. ആ യജ്ഞം പൂർത്തിയാകാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഇവിടെ വാമനമൂർത്തി ബ്രഹ്മചാരിയായി വരികയും പദം വെച്ച് ഭൂമി ഭഗവാന്റെ പാദങ്ങൾ വയ്ക്കുമ്പോൾ ആ ഭാഗം ഭൂമി താണുപോകുന്നു എന്നാണ് പറയുന്നത്. അത്ര ഘനഗംഭീരമായിട്ടുള്ള പദം വയ്പ്പാണ് ഭഗവാന്റേത്. അങ്ങനെ ഭഗവാൻ നർമ്മദാ നദിയുടെ തീരത്ത് ആ യജ്ഞവാടത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭൃഗുമഹർഷിയും ശിഷ്യന്മാരും ശുക്രമഹർഷിയും എല്ലാവരും അത്യന്തം തേജസ്വിയായ ഉണ്ണിയെ കണ്ടപ്പോൾ മഹാവിഷ്ണുവിനെ പോലെ തന്നെ കണക്കാക്കുകയും എഴുന്നേറ്റ് ആദരിക്കുകയും ശിരസാ വന്ദിക്കുകയും ചെയ്യുന്നു. ബലിയാണെങ്കിലോ ആ തേജസ്സിനെ കണ്ടപ്പോഴേക്കും അത്യധികം ആദരവോടുകൂടി തന്നെ എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി ഉപവിഷ്ടനാക്കുകയും ചെയ്യുന്നു. ആരാണ് അവിടുന്ന് എന്ന് അത്ഭുതപൂർവം ബലി ചോദിക്കുന്നുണ്ട്. ബലി ചക്രവർത്തി ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഉത്തരം വരുന്നതിന് മുമ്പ് തന്നെ ആ ബലി ചക്രവർത്തി തീരുമാനിക്കുന്നു, ദാനിയായ ബലിയാണ് ഇന്ദ്രസേന മഹാരാജാവ്. അദ്ദേഹം ചോദിക്കുന്നു, അവിടുന്ന് ബ്രാഹ്മണകുമാരനാണല്ലോ, തീർച്ചയായിട്ടും ദാനം അവിടുന്ന് ഇച്ഛിക്കുന്നുണ്ടാകും. എന്ത് വേണമെങ്കിലും അവിടത്തേക്ക് ചോദിക്കാം. ഭൂമി വേണമോ, പശുക്കൾ വേണമോ, കന്യകമാർ വേണമോ, ധനം വേണമോ, അതോ ഒരു ഗ്രാമം മുഴുവൻ വേണമോ, എന്ത് തന്നെ വേണമെങ്കിലും അവിടത്തേക്ക് ചോദിക്കാം. കാരണം ഞാൻ ത്രിലോകാധിപതിയാണ്, ത്രിഭുവനങ്ങളുടെയും ആധിപത്യം എന്നിലാണ്. അതുകൊണ്ട് എന്തും തരാൻ ഞാൻ വിചാരിച്ചാൽ കഴിയും എന്ന് മഹാബലി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാമനമൂർത്തി വളരെയേറെ പ്രശംസിച്ചു മഹാബലിയെ. കാരണം ദാനധർമ്മിയായ അവിടുന്ന് പ്രഹ്ലാദൻ്റെ വംശത്തിൽപ്പെട്ട ആ മഹിമ കാണിക്കാതിരിക്കുകയില്ല. ആ ആദരവ് അവിടുന്ന് കാണിച്ചിരിക്കുന്നു. ഞാൻ വളരെയേറെ പ്രീതനാണ് ഇവിടത്തോടെ. അതുകൊണ്ട് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് തപസ് ചെയ്യാൻ 3 അടി ഭൂമി മാത്രമേ വേണ്ടൂ. അത് ഞാൻ തന്നെ അളന്നെടുത്തുകൊള്ളാമെന്ന് വാമനമൂർത്തി പറയുന്നു. ഇത് കേട്ടപ്പോൾ ആ മഹാബലി ആ സമയത്തവിടെ ഏറ്റവും വലിയവനാണ്, ത്രിഭുവനങ്ങൾ അടക്കി ഭരിക്കുന്നതായ അധിപതിയായിട്ടാണ് മഹാബലി ഇരിക്കുന്നത്. വാമനാണെങ്കിലോ ബ്രഹ്മചാരിയായ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഉണ്ണി മനസ്സിലോർത്തു, ആരോടാണ് ഈ പറയുന്നത്? ത്രിഭുവനങ്ങളെ അടക്കി ഭരിക്കുന്നതായ ആ അസുര ചക്രവർത്തി എവിടെ കിടക്കുന്നു, ഭഗവാൻ എവിടെ കിടക്കുന്നു? മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയും ഈ അഹത്തെ ഒന്നില്ലാതാക്കി കഴിഞ്ഞാലേ എൻ്റെ ഭക്തനെ എനിക്ക് അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത. മഹാവിഷ്ണുവിൻ്റെ പ്രത്യേകത, ഭക്തനെ അനുഗ്രഹിക്കണമെങ്കിൽ അവനെ നിസ്വനാക്കിയിട്ടേ അനുഗ്രഹിക്കുകയുള്ളൂ. കാരണം ഒരു യഷണകളായ ഒന്നും തന്നെ മനസ്സിൽ പാടില്ല, മോഹങ്ങളൊന്നും തന്നെ പാടില്ല. ഭഗവാനെ തീർത്തും ആശ്രയിക്കുമ്പോൾ മാത്രമേ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അഹം എന്ന ഭാവം മഹാബലിക്ക് നന്നായിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനമാനാദികൾ ഇല്ലാതാക്കി അഹം ഇല്ലാതാക്കിയാൽ മാത്രമേ തൻ്റെ ഭക്തനെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായ ആ ബലിയെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വാമനമൂർത്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം
വീണ്ടും പറഞ്ഞു, എനിക്ക് 3 അടി ഭൂമി മാത്രമേ വേണ്ടൂ. ബലി പറഞ്ഞു, അവിടുന്ന് ചെറിയ കുട്ടിയായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി കാലങ്ങൾ കഴിയുമ്പോഴേക്കും, നാളുകൾ കഴിയുമ്പോൾ, വളരുമ്പോൾ ആവശ്യങ്ങൾ കൂടി വരും. അതേസമയത്ത് അവിടുന്ന് ഇനി ഒരാളോട് പോയി ദാനം ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ആക്ഷേപമാണ്. എൻ്റെ അടുത്ത് വന്നൊരാൾ ഇനി ഒരിടത്ത് ദാനത്തിന് പോകാൻ പാടില്ല. എന്തു വേണമെങ്കിലും അവിടുന്ന് ചോദിച്ചുകൊള്ളൂ, ഞാൻ തരാൻ തയ്യാറാണ് എന്ന് വീണ്ടും പറയുന്നു മഹാബലി. ഉടനെ തന്നെ വാമനമൂർത്തി പറയുന്നു, എന്താണോ തനിക്കുള്ളത് അതിൽ തൃപ്തിപ്പെടാത്തവൻ എത്ര കിട്ടിയാലും തൃപ്തനായിരിക്കുകയില്ല. ഇന്ന് ജീവിക്കാനാണ് അവിടെ വാമനമൂർത്തി പറയുന്നത്. ഇന്നലെയെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേണ്ടതുപോലെ കഴിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് തൽക്കാലം എനിക്ക് 3 അടി ഭൂമി മാത്രം മതി. അത് അവിടുന്ന് തരാനായിട്ട് തീരുമാനിച്ചാൽ നന്നായിരിക്കുന്നു. ആ ദാനം അവിടുന്ന് ചെയ്താൽ നല്ലത് എന്ന് വാമനമൂർത്തി പറയുമ്പോൾ മഹാബലി തയ്യാറാവുകയും ചെയ്യുന്നു. ആ മഹാദാനത്തിന് തയ്യാറാകുന്ന സമയത്ത് ശുക്രമഹർഷി പറയുന്നുണ്ട് ശിഷ്യനോട്, തൻ്റെ ശിഷ്യനായ ബലിയോട് പറയുന്നു, ഇത് സാധാരണ ഒരു ബ്രഹ്മചാരിയല്ല, ഒരു ബ്രാഹ്മണനല്ല, ഈശ്വര ദേവകാര്യാർത്ഥം മഹാവിഷ്ണു വേഷം മാറി വന്നിരിക്കുന്നതാണ്. നിനക്ക് ദാനം കൊടുത്തു പോയി കഴിഞ്ഞാൽ സർവസ്വവും നശിച്ചു പോകും, ഇല്ലാതായിത്തീരും. അതുകൊണ്ട് ബൃഹത്കായനായിത്തീരുന്ന ഈ വിഷ്ണുവിനെ വിശ്വസിക്കാൻ പാടില്ല, ദാനം കൊടുക്കരുത് എന്ന് തീർത്തു പറയുന്നു. എന്നാൽ മഹാബലി പറയുന്നു, വിഷ്ണുവാണ് വന്നിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ. ഈ യജ്ഞം നടത്തുന്നതിന് യജ്ഞഭുക്കായ ഭഗവാൻ തന്നെയാണ് എത്തിയിരിക്കുന്നതെങ്കിൽ ഇതിൽ സഫലത മറ്റെന്താണ് ഉണ്ടാകാനുള്ളത്? അതുകൊണ്ട് ദാനം കൊടുക്കുക തന്നെ വേണം, അതിലെനിക്ക് സന്തോഷമാണ് എന്ന് മഹാബലി പറയുന്ന സമയത്ത് ശുക്രമഹർഷി വീണ്ടും തടയുന്നുണ്ട്. നീ ദാനം ഗുരുത്തക്കേടായിട്ട് ദാനം ചെയ്തു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലമുണ്ടാവുക. ഞാൻ വീണ്ടും പറയുന്നു, ഈ ദാനം ചെയ്യരുത്. കാരണം തനിക്ക് സർവവും നഷ്ടപ്പെടുന്ന രീതിയിൽ ദാനം ചെയ്യാൻ പാടില്ല. അസത്യത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ടതില്ല. പ്രാണരക്ഷാർത്ഥം ഒന്ന് വാക്ക് മാറിപ്പോയാൽ അതിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മഹാബലി പറയുന്നു, പ്രഹ്ലാദൻ്റെ വംശത്തിൽപ്പെട്ട ഞാൻ തീർച്ചയായിട്ടും വാക്ക് പാലിക്കാതിരിക്കുകയില്ല. അത് തന്നെയല്ല, ഇവിടെ എൻ്റെ വാക്ക് പ്രാണൻ പോകുന്നതിന് തുല്യമാണ് വാക്ക് തെറ്റിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പറയുകയും ധർമ്മപത്നിയായ വിന്ധ്യാവലിയോടുകൂടി ദാനത്തിന് തയ്യാറാവുകയും ചെയ്യുന്നു. ദാനം വീഴ്ത്തുന്നതിനായിട്ട് ജലം വീഴ്ത്തുന്ന സമയത്ത് പിന്നെയും തൻ്റെ ശിഷ്യനോടുള്ള മമത കൊണ്ട് ശുക്രമഹർഷി ആ കിണ്ടിയുടെ മുരലിൽ ഒരു വണ്ടായിട്ട് കയറിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വാമനമൂർത്തി ഒരു ദർഭപ്പുല്ലുകൊണ്ട് അതിനെ കുത്തുകയും അതോടുകൂടി അന്ന് മുതൽ ശുക്രമഹർഷിക്ക് ഒരു കണ്ണായി തീർന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ ദാനം ശുക്രമഹർഷി പുറത്തു വരികയും ആ ദാനം നടക്കുകയും ചെയ്യുന്നു. ദാനം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ വാമനമൂർത്തി ത്രിവിക്രമനായിട്ട് വളർന്നു. 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. ആ സമയത്ത് അവിടെ ഭഗവാൻ വളരെ വലിയവനും മഹാബലി വളരെ ചെറിയവനുമായിട്ട് തീർന്നു. കാരണം താൻ ദാനം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മഹാദാനിയായിത്തീർന്നു. തൻ്റെ സർവ്വപാപങ്ങളും തീർന്നിരിക്കുന്നു മഹാബലിക്ക്. ഭഗവാന്റെ മുൻപിൽ മഹാദാനിയായിട്ട് തീർന്നു മഹാബലി എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആ മനസ്സിൻ്റെ അഹം വിട്ട് ശിരസ്സൊന്ന് പതുക്കെ താണിരിക്കുന്നു. വാമനമൂർത്തി ത്രിഭുവനങ്ങൾ അടക്കുന്നതിൽ ബൃഹത്കായനായി ത്രിവിക്രമനായി 1-ാമത്തെ പാദം കൊണ്ട് ഭൂമി മുഴുവൻ അളക്കുന്നു, 2-ാമത്തെ പാദം കൊണ്ട് അന്തരീക്ഷവും ആകാശവും അളക്കുന്നു. സ്വർഗലോകത്തെത്തിയത്രേ 2-ാമത്തെ പദം ഭഗവാന്റേത്. വാമനമൂർത്തിയുടെ തൃപ്പാദം 2-ാമത്തേത്. സ്വർലോകത്തെ ദേവലോകത്തെത്തിയപ്പോഴേക്കും ബ്രഹ്മദേവൻ ആകാശഗംഗ കൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ തൃപ്പാദങ്ങൾ കഴിച്ചു. 3-ാമത്തെ അടി എവിടെ വയ്ക്കണം, തൻ്റെ തൃപ്പാദം 3-ാമത് എവിടെ വയ്ക്കണം, അതിനെവിടെ സ്ഥലം എന്ന് ഭഗവാൻ മഹാബലിയോട് ചോദിക്കുന്ന സമയത്ത് താൻ അസത്യവാദിയായി തീരുന്നതിൽ വലിയ വിഷമമാണ്. ഇപ്പോൾ ഭൂമി 2-ാമതിന് അളക്കാനായിട്ട് ഭൂമി ഇല്ലെന്നായിരിക്കുന്നു, സ്ഥലമില്ലെന്നായിരിക്കുന്നു. അതുകൊണ്ട് വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ചിരിക്കണം, നരകത്തിൽ പോയേ മതിയാവുകയുള്ളൂ എന്ന് പറയുകയും ഗരുഡപാശം കൊണ്ട് മഹാബലിയെ ബന്ധിക്കുകയും ചെയ്യുന്നു.
ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ മഹാബലി ഒട്ടും തന്നെ വിഷമമില്ലാതെ പറയുന്നു, എനിക്ക് ഒന്നിനെയും ഭയമില്ല. പക്ഷേ പ്രഹ്ലാദ വംശത്തിൽപ്പെട്ട ഞാൻ അസത്യവാദി എന്ന ദുഷ്കീർത്തിയെ ഭയപ്പെടുന്നു. അതുകൊണ്ട് അവിടുന്ന് മൂന്നാമത്തെ തൃപ്പാദം എൻ്റെ ശിരസിൽ വച്ച് അളന്നാലും ഞാൻ അവിടത്തേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നു. കിരീടമെല്ലാം ഒരുവെച്ച് മഹാബലി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശിരസ്സു കുനിച്ച് ആ തൃപ്പാദങ്ങൾ അയക്കാനായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ശിരസിൽ വെച്ചു എന്ന് പറയുമ്പോൾ അവിടെ അതിന് ഹീനതയല്ല. രാമാവതാര കാലത്ത് നമുക്കറിയാൻ സാധിക്കും, ഭഗവാന്റെ തൃപ്പാദം വെച്ചതുകൊണ്ടാണ് അഹില്യയ്ക്ക് മോക്ഷം കിട്ടിയത്. ഇനി ഭാരതീയ സംസ്കാരം എടുത്തു നോക്കുക. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയുടെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ പാദപൂജയാണ് ചെയ്യുന്നത്. കേശാദിപാദം പാദാദി കേശം, ഈ രീതിയിലാണ് ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദപൂജയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആ തൃപ്പാദമാണ് മഹാബലിയുടെ ശിരസിൽ ഭഗവാൻ സ്പർശിച്ച് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം മഹാബലിയോട് പറയുന്നു, 8ാമത്തെ മന്വന്തരത്തിൽ അങ്ങയെ, ഹേ ഇന്ദ്രസേന മഹാരാജാവേ, അങ്ങയെ ഞാൻ ഇന്ദ്രപട്ടം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇത് 6ാമത്തെ മന്വന്തരമാണ്. 6ാമത്തെ മന്വന്തരത്തിലെ കയ്യൂക്കുകൊണ്ട് ഇന്ദ്രപദവി നേടിയെടുത്തത് ശരിയായിട്ടില്ല. അതുകൊണ്ട് കാലത്തിനെ നമ്മൾ വകവച്ചേ മതിയാവുകയുള്ളൂ. ഓരോ മന്വന്തരങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ 6ാമത്തെ മന്വന്തരത്തിൽ തന്നെ അധികാരം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ 8ാമത്തെ മന്വന്തരത്തിൽ തനിക്ക് കിട്ടേണ്ടതായ അധികാരമാണ് നേരത്തെ പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. കാലഗണന നമ്മൾ കണക്കാക്കണം. കാലത്തെ കണക്കാക്കാതെ ഒരാൾ മുന്നോട്ട് നീങ്ങാൻ പാടില്ല. അതുകൊണ്ട് അവിടുന്ന് ക്ഷമാപൂർവം പ്രഹ്ലാദൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാനെ തൊഴുതു നമസ്കരിച്ചിട്ട് പറയുന്നു, എൻ്റെ പുത്രൻ്റെ പുത്രനാണ് മുത്തച്ഛനാണ് പ്രഹ്ലാദൻ. ഇന്ദ്രസേനനെ മഹാബലിയെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുകയും അങ്ങനെ ഭക്തനായ പ്രഹ്ലാദന് മുൻപിൽ വെച്ച് മഹാബലിയെ അനുഗ്രഹിക്കുകയും പ്രഹ്ലാദനോട് പറയുന്നു, അവിടുന്ന് കുടുംബസമേതം മഹാബലിയോട് കൂടി സുതലത്തിൽ പോയി വേണാലും. സുതലം ഏറ്റവും ശ്രേഷ്ഠമാണ്. ബിലസ്വർഗം എന്നാണ് സുതലത്തിന് പറയുന്നത്. അവിടെ രോഗശോകാദികൾ ഒന്നും തന്നെയില്ല, ഋതുവ്യത്യാസം ഇല്ല, ഒരു തരത്തിലുള്ള ദുരിതങ്ങളും അവിടെയില്ല. ദേവന്മാർ പോലും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സുതലം. ശ്രീമദ് ഭാഗവതത്തിൽ 5ാം സ്കന്ധത്തിൽ വളരെ ഭംഗിയായിട്ട് വിസ്തരിക്കുന്നുണ്ട് സുതലത്തെക്കുറിച്ച്. 14 ലോകങ്ങൾ വർണ്ണിക്കുമ്പോൾ സുതലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വാമനമൂർത്തി വീണ്ടും വാക്കു കൊടുക്കുന്നു, ഈ 8ാമത്തെ മന്വന്തരം വരെ എൻ്റെ പകുതി ഭാഗം സുതലത്തിൽ നിങ്ങൾക്ക് കാവലായിട്ടുണ്ടായിരിക്കും. ബാക്കി പകുതി ഭാഗം ഉപേന്ദ്രൻ എന്ന നാമധേയത്തിൽ ഞാൻ ദേവലോകത്തേക്കും പോകുന്നു, ഇന്ദ്രലോകത്തേക്കും പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനാവുകയും മഹാബലി പ്രഹ്ലാദനോടുകൂടി സുതലത്തിലേക്ക് സസുഖം താമസം മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ചുരുക്കത്തിൽ വാമനാവതാരത്തിൻ്റെ കഥയും മഹാബലിയുടെ മഹാദാനത്തിൻ്റെ കഥയും. മഹാദാനം കൊണ്ടാണ് മഹാബലിയായിട്ട് തീർന്നത് ഇന്ദ്രസേന മഹാരാജാവ്. ഏകദേശം കഥ ഇവിടെ നമുക്ക് അവസാനിക്കുന്ന ചരിത്രം. ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ ഇവിടം കൊണ്ട് ഏകദേശം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. വളരെയേറെ മഹാബലിയും വാമനമൂർത്തിയും തമ്മിൽ വളരെയേറെ സംസാരിക്കുന്നുണ്ട്. ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതെല്ലാം തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാബലിക്ക്. ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് ധനികൻ എന്നാണ് പറയുന്നത്. ബ്രാഹ്മണനും അതുപോലെ തന്നെ ഇത്ര വേണമെന്നല്ല, എത്രയാണോ വേണ്ടത് അത് മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളതാണ്. ഇന്ന് ജീവിക്കണം എന്നുള്ള മഹാസന്ദേശം വാമനമൂർത്തി തരുന്നുണ്ട്. ഇനി ബാക്കി അങ്ങോട്ട് നമുക്ക് കേൾക്കാനുള്ളത് ഈ ഐതിഹ്യങ്ങൾ, കേട്ടുകേൾവികളാണ് കൂടുതലായിട്ടുള്ളത്. കുറച്ചൊക്കെ ഭാഗവതം ഇതിന് അടിസ്ഥാനമായിട്ടാണ് വരുന്നത്. കാരണം ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം പുരാണ പാരായണം വിധിച്ചിട്ടുള്ളതാണ്. ഇവിടെ ശ്രാദ്ധാദി കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് വാമനാവതാരം പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് പിതൃമുക്തിക്ക് എന്ന് വിദിതമായിരിക്കുന്നു. കാരണമുണ്ട്. ഭഗവാൻ 2ാമത്തെ തൃപ്പാദം അളക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ ആകാശഗംഗ കൊണ്ട് തൃപ്പാദം കഴുകിയപ്പോൾ ആ പാദത്തിൻ്റെ നഖങ്ങളിൽ പറ്റിയിരുന്ന ഗംഗാജലമാണ് പ്രവാഹമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. ഭഗീരഥൻ
തപസ് ചെയ്താണ് അത് നേടുന്നത്. സഗരന്മാരെ, തൻ്റെ പൂർവികരായ സൂര്യവംശ രാജാക്കന്മാരെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഭാരതഭൂമി തന്നെ ഒരു ശ്മശാന ഭൂമി പോലെ ശാപഭൂമിയായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. ആ സഗരന്മാരെ സൂര്യവംശ രാജാക്കന്മാർ ആദ്യകാലം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആർക്കും അത് സാധിച്ചില്ല. അതിനൊരു നിയോഗം കിട്ടിയത് ഭഗീരഥനാണ്. ഭഗീരഥൻ തപസ് ചെയ്യുകയും അങ്ങനെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും വാമനമൂർത്തിയുടെ നഖങ്ങളിൽ തങ്ങിയിരുന്നതായ ജലമാണ് ഗംഗാപ്രവാഹമായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. മഹാദേവൻ തൻ്റെ ത്രിജടയിൽ അതിനെ താങ്ങുകയും ഭഗീരഥൻ എവിടെ ശ്മശാന ഭൂമി പോലെ കിടക്കുന്നതായ പിതൃക്കൾക്ക് മുക്തി വരുത്തേണ്ടതായ ഭാഗങ്ങളിലൂടെ മുന്നോട്ട് ഓടി ഓടി ഗംഗാപ്രവാഹത്തിന് മാർഗം തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഗംഗാനദി 7ആയിട്ട് പിരിഞ്ഞ് സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള ശ്രേഷ്ഠമായ ഒരു ഇതാണുള്ളത്. അപ്പം അങ്ങനെ വാമനാവതാരത്തിൽ പിതൃമുക്തിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് വാമനാവതാര കഥ പാരായണം ചെയ്തെന്ന് വിദിതമാണ്. നമ്മളത് വളരെയേറെ പേർക്കത് അനുഭവം കൂടിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അന്ധവിശ്വാസമായിട്ട് നമുക്ക് തള്ളാനില്ല. ഏതായാലും പുരാണ പാരായണം വിദിതമാണ്. അതിൽ വാമനാവതാരം ഈ പ്രത്യേക സമയത്ത് ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളത് ഐതിഹ്യ കഥകളാണ്. മഹാബലി അസുര ചക്രവർത്തിയായ ഇന്ദ്രസേന മഹാരാജാവ് മഹാബലി ചക്രവർത്തി പ്രജകളെ അത്യന്തം മക്കളെപ്പോലെ സ്നേഹിച്ച് രാജ്യം ഭരിച്ചു. സർവസമ്പൽ സമൃദ്ധമായിരുന്നു മഹാബലിയുടെ കാലത്ത് രാജ്യമെന്നാണ് പറയുന്നത്. ശൂർപ്പാരകം എന്ന രാജ്യത്താണത്രേ മഹാബലി രാജ്യം ഭരിച്ചിരുന്നത്. മഹാബലിയുടെ കാലശേഷം ആ ഭാഗങ്ങൾ കടലെടുത്തു പോവുകയും പിന്നീട് നമ്മൾ രാമായണം പാരായണം ചെയ്തപ്പോൾ സ്മരിച്ചിട്ടുള്ളതാണ്. പരശുരാമൻ വരുണനെ തപസ് ചെയ്യാൻ ഭൂമി ചോദിക്കുമ്പോൾ മഹാബലിയുടെ പുണ്യഭൂമി കടലെടുത്ത് പോന്നിട്ടുണ്ട്, അത് തിരിച്ചെടുത്തുകൊള്ളൂ എന്ന് പറയുകയും അങ്ങനെ പരശുരാമൻ തൻ്റെ മഴു എറിഞ്ഞിട്ട് പരശു എറിഞ്ഞ് കടൽ വിക്ഷുബ്ധമാക്കി കരയാക്കി തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ശൂർപ്പാരകമെന്ന കേരളം ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തതായിട്ട് ഒരൈതിഹ്യം കൂടി ഉണ്ട്. ഏതായാലും മഹാബലി പ്രജകളെ അത്യന്തം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഭഗവാൻ വാമനമൂർത്തിയുടെ അനുഗ്രഹത്തോടു കൂടി സുതലത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പ്രജകൾ വളരെയേറെ വീണ് കരഞ്ഞ് ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പ്രജകൾക്ക് കാണാനായിട്ട് മഹാബലി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും വാമനമൂർത്തി അതിനുവേണ്ടി അനുഗ്രഹിക്കുകയും അങ്ങനെ വർഷത്തിലൊരിക്കൽ തൻ്റെ ജന്മദിനത്തോട് ഭക്തനെ ചേർത്ത് നിർത്തുകയാണ് ഭഗവാൻ. അതാണ് ഭഗവാന്റെ പ്രത്യേകതയുമുള്ളത്. തൻ്റെ ജന്മദിനമായ ആ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ അവിടെ മഹാബലിയുടെ ആദരവും. മിക്കവാറും പേർക്ക് തെറ്റായിട്ടുള്ള ധാരണകൾ വരുന്നുണ്ട്. ഈ തൃക്കാക്കരയപ്പനെയൊക്കെ വെച്ച് പൂജിക്കുന്നത് മഹാബലിയാണോ എന്ന് വരെ സംശയിക്കുന്നവരുണ്ട്. ഇവിടെ വാമനമൂർത്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വിഷ്ണുവിൻ്റെ അംശമായ വാമനമൂർത്തിയുടെ പ്രതീകമായിട്ട് തൃക്കാക്കരയപ്പനെ വയ്ക്കുന്നു. ഇവിടെ തൃക്കാക്കരയപ്പൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളെപ്പോലുള്ള ഇടപ്പള്ളിക്കാരെ പോലുള്ളവരുടെ സ്ഥലത്ത് തൊട്ടടുത്ത തൃക്കാക്കര അമ്പലം. അതുപോലെ തന്നെ അത്തച്ചമയം തൃപ്പൂണിത്തുറ തമ്പുരാൻ തുടങ്ങി വെച്ചതാണ് അത്തച്ചമയം. ഏറ്റവും ഘോഷമായിട്ട് എങ്ങനെയാണോ മാവേലി നാടുവാണിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സമ്പൽ സമൃദ്ധി അതേപോലെ തന്നെയാണ് നമ്മളിപ്പോഴും കഴിയുന്നത്. മഹാബലിക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യുന്നത്. ആ പൂക്കളെ കൊണ്ട് അലങ്കരിക്കുകയും നമ്മുടെ സംസ്കാര കലകളെല്ലാം തന്നെ ഘോഷമായിട്ട് വരികയും മഹാബലിയെ നമ്മൾ ആദരവോടുകൂടി വാമനോടൊപ്പം തന്നെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഓണത്തിന് നമ്മുടെ എല്ലാ കലകളും പ്രകടമാകുന്നു, മനസ്സിൻ്റെ ആനന്ദം പകരുന്നു. ഊഞ്ഞാലാട്ടം, വള്ളംകളി, തിരുവാതിരകളി, കുട്ടികളുടെ പന്ത് കളി എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള വടം വലിയായിട്ടുള്ള കളികൾ, കാലാനുസൃതമായ കളികളിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ശരി ആ മനുഷ്യ മനസ്സിൻ്റെ പരമാനന്ദം മാറാത്ത തരത്തിൽ ആ മഹാബലിയെ നമ്മൾ ആദരവോടുകൂടി സ്വീകരിക്കുകയും ആ നല്ല നാളുകളെക്കുറിച്ച് ഓർമ്മിച്ച് ഇനിയും നാം അങ്ങനെ തന്നെ സമൃദ്ധിയും സന്മനസ്സുമുള്ളവരായിട്ട് തീരട്ടെ എന്ന് ഒരു പ്രചോദനം ഉൾക്കൊള്ളുകയുമാണ് ഈ തിരുവോണം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ പ്രകൃതി തന്നെ വിക്ഷുബ്ധമായിരിക്കുന്നു, വിപരീതമായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടുന്നതിനും ആനന്ദിക്കുന്നതിനും സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നു. എന്നിട്ടും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. ശാസ്ത്രത്തെ നമ്മൾ
സ്വീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അവരവരുടെ ഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തരും മനസ്സുകൊണ്ടൊന്നായി മഹാബലിയെ സ്മരിക്കുകയും വാമനമൂർത്തിയെ പൂജിക്കുകയും ചെയ്യുന്ന അതിശയകരമായ ഒരനുഭവമാണ് നമുക്കുള്ളത്. ഏതായാലും മഹാബലിയും അതുപോലെ തന്നെ വാമനമൂർത്തിയും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നാളുകളിലുള്ള ദുരിതങ്ങളെല്ലാം ഇല്ലാതാക്കി ഒരുമിച്ച് മാനസങ്ങൾ ഒത്തുചേരാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ വാമന അവതാരവും മഹാബലിയുടെ ആത്മസമർപ്പണവും മഹാദാനവും സ്മരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് സ്മരിച്ചുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഭഗവാന് സമർപ്പിക്കാം. ആ മാവേലി നാടുവാണിരുന്ന കാലത്തെ സ്മരിച്ചുകൊണ്ട് കൈകൊട്ടിക്കളിച്ച് കുട്ടികളെ പൂക്കളമിട്ട്, പൂക്കളം ഒരുക്കുന്നത് കുട്ടികൾക്കാണ്. പൂമ്പാറ്റകളെപ്പോലെ ഓടി നടന്ന് പൂക്കൾ പറിച്ച് മുറ്റത്ത് അലങ്കരിക്കുന്നു. അങ്ങനെ അകത്ത് ചെറിയ ചെറിയ തൃപ്പാദങ്ങൾ വെച്ചിട്ട് വാമനമൂർത്തിയെ സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഒലക്കുടയും കൊടുത്ത് അങ്ങനെ വാമനമൂർത്തിയുടെ കൂടെ തന്നെ ഭക്തനെ ചേർത്ത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യാനുള്ള മഹാഭാഗ്യം മേലിൽ നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഇന്ന് കാണുന്നതായ മുഴുവൻ ദുരിതങ്ങളും മാറാനുള്ള ഒരു പ്രാർത്ഥന. എല്ലാവർക്കും നല്ല മനസ്സ് വരട്ടെ, ദുഷ്ടന്മാരുടെ മനസ്സും നന്നായിട്ട് തീരട്ടെ എന്നുള്ള ശ്രീമദ് ഭാഗവത്തിലെ പഞ്ചമസ്കന്ധത്തിൽ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കുന്ന ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ്. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതം ധ്യായന്തു ഭൂതാനി ശിവം മിഥോ ധിയാ മനശ്ച ഭദ്രം ഭജതാദഥോക്ഷജേ ആവേശ്യതാന്നോ മതിരപ്യഹൈതുകി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പരമദോഷം പിഴച്ചു ചുവടെന്നാലും പിഴച്ചു പാടിയെന്നാലും പിഴച്ചു ചുവ
ഞങ്ങൾ കളിച്ചിടട്ടെ. സതതം വന്ദിച്ചു ഞങ്ങൾ കളിച്ചിടട്ടെ. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചന്ദ്രനുദിച്ചിതു ചന്തത്തിൽ ചലവിലസിതമിഴിമാൻ മംഗകളെ മലർമിഴിമാരെ കളമൊഴിമാരേ. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചന്ദ്രനുദിച്ചിതു ചന്തത്തിൽ ചലവിലസിതമിഴിമാൻ മംഗകളെ മലർമിഴിമാരെ കളമൊഴിമാരേ. സുഖശീതളയാം ഇന്ദു ഉദിച്ചതു കണ്ടില്ലേ അളിവേണികളെ. സുഖശീതളയാം ഇന്ദു ഉദിച്ചതു കണ്ടില്ലേ അളിവേണികളെ. ഉത്രാടപ്പുതു കോടികൾ ചുറ്റി മോടിയിലണയൂ മോദമോടായി മദഗാമിനിമാരെ സഖിമാരെ. മദഗാമിനിമാരെ സഖിമാരെ. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചന്ദ്രനുദിച്ചിതു ചന്തത്തിൽ ചലവിലസിതമിഴിമാൻ മംഗകളെ മലർമിഴിമാരെ കളമൊഴിമാരേ. സിന്ദൂരക്കവൾ കണ്ടതുകൊണ്ടോ തുടുതുട ചെഞ്ചൊടി കണ്ടതുകൊണ്ടോ സരസിജകുലമെന്നോർത്തു വരുന്നു മലർവണ്ടുകളിക സുന്ദരിമാരി. മലരണി മൃദുല മദാലസമാരി. മലരണി മൃദുല മദാലസമാരി. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചന്ദ്രനുദിച്ചിതു ചന്തത്തിൽ ചലവിലസിതമിഴിമാൻ മംഗകളെ മലർമിഴിമാരെ കളമൊഴിമാരേ. കേട്ടോ പാട്ടതു കേട്ടോ ഓണപ്പാട്ടതു കേട്ടോ സഖിമാരെ. കേട്ടോ പാട്ടതു കേട്ടോ ഓണപ്പാട്ടതു കേട്ടോ സഖിമാരെ. കേട്ടോ പാട്ടതു കേട്ടോ ഓണപ്പാട്ടതു കേട്ടോ സഖിമാരെ. ഓണം വിളിയും ഓണനിലാവും ഇഴചേരുന്നതറിഞ്ഞോ ഈറൻ മാറി വരുന്നതറിഞ്ഞോ. കേട്ടോ പാട്ടതു കേട്ടോ ഓണപ്പാട്ടതു കേട്ടോ സഖിമാരെ. ഓണം വിളിയും ഓണനിലാവും ഇഴചേരുന്നതറിഞ്ഞോ ഈറൻ മാറി വരുന്നതറിഞ്ഞോ. ചമ്പാവരിനൽ പാടത്തോ ശുഭവെണ്മയതോലും മാനത്തോ. ചന്ദ്രനുദിച്ചിതു ചന്തത്തിൽ ചലവിലസിതമിഴിമാൻ മംഗകളെ മലർമിഴിമാരെ കളമൊഴിമാരെ. മലർമിഴിമാരെ കളമൊഴിമാരെ. മലർമിഴിമാരെ കളമൊഴിമാരെ. പൂവിളി ഓണപ്പൂക്കൾ പൂക്കുട പൂത്തു വിരിഞ്ഞ പോലെ. തുമ്പയും ജത്തിയും ജയമന്തിയും ഇമ്പമിയലും കദളിപ്പൂക്കൾ. വട്ടത്തിലിട്ടിടാൻ എത്ര പൂക്കൾ അത്രയും ഓടിപ്പറിച്ചെടുത്തു. ഓമന മക്കൾക്കിന്നോണമല്ലോ ഓടിയുടുപ്പേറെ മോടിയായി. പൊന്നോണപ്പാട്ടും പിന്നൂഞ്ഞാലാട്ടവും വട്ടം പലതരം സദ്യകേമം. മാവേലി മന്നൻ വരവേൽപ്പായി ആർപ്പുവിളികളുയർന്നിടട്ടെ. ആർപ്പുവിളികളുയർന്നിടട്ടെ.
ഊഞ്ഞാലിലാട്ടവും പാട്ടുമായി പന്തുകളിയും പുലികളിയും തൃക്കാക്കരപ്പന് പൂജ വേറെ അമ്മമാർ കൈകൊട്ടി പാട്ടുപാടി വാമനമൂർത്തിയാം വിശ്വകീർത്തേ പവന ചാരു ചരിത്രമതേ അമയം നീക്കി മഹാബലിക്കാദരവേകി അത്തപ്പൂ ചമയത്തോടെത്തി തിരുമുമ്പിലായി തിരുവോണപ്പാട്ടുകൾ പാടിയിടുന്നു ഞങ്ങൾ കൈകൊട്ടി താളത്തിലാടിയിടുന്നു തിരുവോണപ്പാട്ടുകൾ പാടിയിടുന്നു ഞങ്ങൾ കൈകൊട്ടി താളത്തിലാടിയിടുന്നു കൈകൊട്ടി താളത്തിലാടിയിടുന്നു ഓർമ്മയായി തീരാതെ ഓണമെന്നും കേരള കേളിയായി തീർന്നിടട്ടെ ഒന്നായി ചേർന്നു നാം എത്തിടുക നന്നായി തീരണം മാനസങ്ങൾ ഒന്നായി ചേർന്നു നാം എത്തിടുക നന്നായി തീരണം മാനസങ്ങൾ മാവേലി നാടിൻ സമൃദ്ധി വീണ്ടും മാമല നാട്ടിലൊഴുകിടട്ടെ മാവേലി നാടിൻ സമൃദ്ധി വീണ്ടും മാമല നാട്ടിലൊഴുകിടട്ടെ മാമല നാട്ടിലൊഴുകിടട്ടെ മാമല നാട്ടിലൊഴുകിടട്ടെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു.